ഈ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോഹങ്ങളെക്കുറിച്ചാണ്, മെറ്റൽസിനെ കുറിച്ചാണ്. പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ നമ്മൾ മൂന്നായി വർഗീകരിക്കുകയുണ്ടായി. ലോഹങ്ങൾ, അലോഹങ്ങൾ, ഉപലോഹങ്ങൾ, മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞ് 3 ടൈപ്പായിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്തു. അതിൽ തന്നെ ലോഹങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനം, മെറ്റൽസിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് മെറ്റലർജി എന്ന് പറയും. ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മെറ്റലർജി. ഇനി ഈ മെറ്റൽ എന്ന പദത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, മെറ്റൽ അഥവാ ലോഹം എന്ന പദത്തിലേക്ക് വരുമ്പോൾ, മെറ്റലൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മെറ്റൽ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. മെറ്റലൻ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അന്വേഷിക്കുക എന്നാണ്. മെറ്റലൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് പദം വന്നിരിക്കുന്നത്? മെറ്റൽ അഥവാ ലോഹം എന്ന പദം വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ലോഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണെന്ത്? മെറ്റലർജി എന്ന് പറഞ്ഞു. ഇനി ലോഹങ്ങൾ എന്ന് പറയുന്നത് ഏകാറ്റോമിക തന്മാത്രകളാണ്. തന്മാത്രകളെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചതാണ്. ഏകാറ്റോമിക തന്മാത്ര, ദ്വയാറ്റോമിക തന്മാത്ര, ബഹു ആറ്റോമിക തന്മാത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ മോണോ അറ്റോമിക് ആണ്. ഏക അറ്റോമിക് തന്മാത്രകൾക്ക് ഉദാഹരണമാണ്, മോണോ അറ്റോമിക് തന്മാത്രകൾക്ക് ഉദാഹരണമാണ് ലോഹങ്ങൾ എന്ന് ഓർത്ത് വെച്ചോണം. ലോഹങ്ങൾ എന്തിനു ഉദാഹരണമാണ്? ഏകാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ലോഹങ്ങളുടെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. വൈദ്യുതിയുടെയും താപത്തിൻ്റെയും നല്ല ചാലകങ്ങളായിരിക്കും. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ലോഹങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുതിയുടെയും താപത്തിൻ്റെയും ഏറ്റവും നല്ല ചാലകങ്ങളാണ് ലോഹങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ അവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയും, എന്നാൽ അലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, നോൺ മെറ്റൽസ് അഥവാ അലോഹങ്ങൾ ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നെ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ടേംസാണ് നമുക്ക് പറയാനുള്ളത്. അയിരുകൾ, മിനറൽസ്, ഗ്യാങ്, സ്ലാഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അയിരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയിരുകൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന ധാതുക്കൾ തന്നെയാണ്. പക്ഷേ ആ ധാതുക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ലോഹങ്ങളെ വേർതിരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് പറയുന്ന പേരാണ് അയിരുകൾ എന്ന് പറയും. അപ്പോൾ അയിരുകളുടെ അയിരുകൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്? ധാതുക്കളാണ്. പക്ഷേ ഒരു കണ്ടീഷനാണ്, ആ ധാതുക്കളിൽ നിന്ന് എന്തിനെ വേർതിരിക്കാൻ നമുക്ക് സാധിക്കണം? ലോഹങ്ങളെ വേർതിരിക്കാൻ സാധിക്കുമെങ്കിൽ ആ ധാതുക്കൾക്ക് പറയുന്ന പേരാണ് അയിരുകൾ അഥവാ ഓർസ് എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കി വെച്ചോണം, എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. പക്ഷേ എല്ലാ ധാതുക്കളും എന്താകണമെന്ന് നിർബന്ധമില്ല, ഓർസ് ആകണമെന്ന് നിർബന്ധമില്ല. ഇനി അടുത്ത ഗ്യാങ് ഒരു ടേമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രകൃതിയിൽ, ഭൂമിയിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഈ അയിരുകളിൽ അപദ്രവ്യങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും, ഇംപ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് ഉണ്ടാകാം. അങ്ങനെയുള്ള ആ അയിരുകളിൽ കാണപ്പെടുന്ന അപദ്രവ്യങ്ങളെ, ഇംപ്യൂരിറ്റീസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്യാങ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ശുദ്ധമായ ലോഹത്തെ വേർതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അപദ്രവ്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അപദ്രവ്യങ്ങളെ ഒഴിവാക്കിയിട്ട് വേണം ശുദ്ധമായ ലോഹത്തിലേക്ക് അതിനെ റിഫൈൻ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ അപദ്രവ്യങ്ങളെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ വേറെ ചില പ്രോസസ്സുകളൊക്കെ നടത്തും. അതാണ് മെറ്റലർജിക്കൽ പ്രോസസ്സുകൾ എന്നൊക്കെ പറയും. ലോഹങ്ങളെ വേർതിരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രക്രിയകളാണ് മെറ്റലർജിക്കൽ പ്രോസസ്സുകളൊക്കെ പറയും. അത് പല രീതിയിൽ, പല മെറ്റലിനും പല ലോഹങ്ങൾക്കും പല രീതിയിലുള്ള മെത്തേഡ്സാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്യാങ് എന്താണെന്ന് പറഞ്ഞു, കാണപ്പെടുന്ന അപദ്രവ്യങ്ങളാണ് ഗ്യാങ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപദ്രവ്യങ്ങളെ വേർതിരിച്ചാലേ നമുക്കതിനെ ശുദ്ധമായ ഫോമിലേക്ക്, ലോഹത്തെ ശുദ്ധമായ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. അങ്ങനെ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്നതിനായി ചേർക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന് പറയും. അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്നതിനായി ചേർക്കുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഫ്ലക്സ്. ഈ അപദ്രവ്യങ്ങളിലേക്ക് ഇത് ചേർത്ത് കഴിയുമ്പോൾ അത് വേറൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും, അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഫ്ലക്സ് എന്ന് പറയുന്നത് രണ്ടായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അപദ്രവ്യങ്ങൾ നീക്കം ചെയ്യാൻ ചേർക്കുന്ന പദാർത്ഥങ്ങളാണ് ഫ്ലക്സ്. ഫ്ലക്സ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്, 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അസിഡിക് ഫ്ലക്സ്, ബേസിക് ഫ്ലക്സ്. അപ്പം ഫ്ലക്സിന് ഉദാഹരണം, ഫ്ലക്സ് 2 തരം എന്ന് പറഞ്ഞു. അസിഡിക് ഫ്ലക്സുമുണ്ട്, ബേസിക് ഫ്ലക്സുമുണ്ട്. ഇവിടുന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. കാൽസ്യം കാർബണേറ്റ് ഒരു ഫ്ലക്സിന് ഉദാഹരണമാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഈ കാൽസ്യം കാർബണേറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇരുമ്പ് വേർതിരിക്കുവാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അയണിൻ്റെ എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നതാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. ഫ്ലക്സ് എന്ന് പറയുന്നത് അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ്. 2 തരമുണ്ട്, അസിഡിക് ഫ്ലക്സുമുണ്ട്, ബേസിക് ഫ്ലക്സുമുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന കാര്യം ലോഹങ്ങളുടെ ചില സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊരു ലോഹമാണെങ്കിലും അതിന് പ്രധാനമായും 2 സവിശേഷതകൾ ഉണ്ടായിരിക്കണം. അതിലൊന്നാണ് ലോഹദ്യുതി എന്ന് പറയും. ലോഹങ്ങൾ ഒരു ലോഹത്തെ നമ്മൾ പുതിയതായിട്ട് മുറിക്കുമ്പോൾ, പുതിയൊരു പ്രതലം രൂപപ്പെടുമ്പോൾ ആ പുതിയതായി ഉണ്ടാകുന്ന പ്രതലത്തിന് തിളക്കം കൂടുതലായിരിക്കും. ആ സവിശേഷതയെ വിളിക്കുന്ന പേരാണ് ലോഹദ്യുതി എന്ന് പറയും. ലോഹം പുതിയതായി മുറിക്കുമ്പോൾ പുതിയതായി രൂപം കൊള്ളുന്ന പ്രതലത്തിനുണ്ടാകുന്ന തിളക്ക കൂടുതലുണ്ടാകുന്ന സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് ലോഹദ്യുതി എന്ന് പറയും. അതുപോലെ മറ്റൊരു സവിശേഷതയാണ് സൊണാരിറ്റി എന്ന് പറയും. സൊണാരിറ്റി ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. ഉറച്ച പ്രതലങ്ങളിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവാണ്. ഇപ്പോൾ പാത്രങ്ങളൊക്കെ താഴെ വീഴുമ്പോഴത്തേക്ക് അത് ഉണ്ടാകുന്ന ശബ്ദം കിട്ടുന്നു, അല്ലെങ്കിൽ മണി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അങ്ങനെ ആ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്.